അങ്ങനെ രാവിലെ ആദപ്പനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ പാട്ടുപണം അവസാനിച്ചു. ഇനിയാണ് മനുഷ്യരുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നത്. മറ്റേ ഞാൻ നേരെ ചെന്ന് കയറിയത് അടുക്കളയിലേക്ക്. എന്തൊക്കെയായിരുന്നു! പൊട്ട് കുത്തുന്നു, കറി തിളയ്ക്കുന്നു, കൊച്ചുങ്ങളെ വിളിക്കുന്നു, കുളിപ്പിക്കുന്നു, ചോറ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു! അതിനൊക്കെ സാക്ഷി നിന്ന് അടുക്കളയുടെ കിടപ്പ്. ഇതൊക്കെ വേഗം തീർത്തിട്ട് വേണം അടുത്ത പണി പിടിക്കാൻ. എന്നിട്ട് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം. അപ്പോഴേക്കും 4 മണിയാകും. പറഞ്ഞു വിട്ട മുതൽ അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ എന്ത് റെസ്റ്റ്! സ്കൂളുള്ള ദിവസങ്ങളിൽ ഏകദേശം ശരാശരി അമ്മമാരുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടമ്മ എന്ന് പറയുന്ന ഒരു റോൾ മാത്രമല്ല, അതൊരു കുടുംബത്തിൻ്റെ ഹൃദയം കൂടിയാണ്. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾ ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു ദിവസം നിങ്ങളില്ല എങ്കിൽ ഈ ക്രമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം താളം തെറ്റും. നിങ്ങൾ പാകം ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, കുടുംബത്തെ നോക്കുന്നു, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരെ മാറ്റിവെക്കുന്നു. അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. ഓരോ വീട്ടമ്മയും സ്വന്തം രീതിയിൽ വിജയിച്ചവളാണ്. നിങ്ങളുടെ ജോലിക്ക് ശമ്പളം കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ ജോലി നല്ലതല്ല എന്നല്ല, നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കുടുംബത്തെയാണ്, നല്ല കുറച്ച് ഓർമ്മകളെയാണ്. ആഫ്റ്റർ ഓൾ, സ്വയം സ്നേഹിക്കൂ, സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കൂ, ചെറിയ സ്വപ്നങ്ങൾ പോലും ഉപേക്ഷിക്കരുത്. ചുറ്റും നിൽക്കുന്നവരെല്ലാം തന്നെ നമ്മളെ സ്നേഹിക്കണമെന്നോ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം കൊണ്ട് നമുക്കൊന്നും നേടാനുമില്ല. അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടാൻ മാത്രം നമ്മൾ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും അല്ലല്ലോ. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതിനായും കാത്തിരിക്കേണ്ട കാര്യമില്ല. സ്വയം അഭിനന്ദിക്കൂ, സ്വയം അംഗീകരിക്കൂ, പിന്നിട്ട വഴികളെല്ലാം ഓർക്കുക. ബീയിങ് എ ഹോം മേക്കർ ഇറ്റ്സ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ